റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി പുനരുദ്ധാരണത്തിനായി ധനസഹായം നൽകുന്ന ക്ഷേത്രങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ മലപ്പുറം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളുണ്ട്. നിറം കൈതക്കോട്ട ഭഗവതി ക്ഷേത്രം, തൃപ്പങ്ങോട് ശിവക്ഷേത്രം, തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ടിപ്പു സുൽത്താൻ തകർത്ത മലപ്പുറത്തെ 3 ക്ഷേത്രങ്ങളാണിവ. തന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമാണ് അനന്ത് അംബാനി കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകുന്നത്. അതിൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്, മലപ്പുറം ജില്ലയിലെ നിറം കൈതക്കോട്ട ഭഗവതി ക്ഷേത്രം, തൃപ്പങ്ങോട് ശിവക്ഷേത്രം, തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഈ സ്ഥിതി ചെയ്യുന്ന ഈ 3 ക്ഷേത്രങ്ങൾ മലപ്പുറം തിരൂരിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം പണ്ട് ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് തകർത്ത ക്ഷേത്രമാണ്. 1921 മാപ്പിള ലഹളക്കാലത്ത് ഈ പ്രദേശത്തിലെ പല ക്ഷേത്രങ്ങളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ക്ഷേത്രങ്ങളിൽ പലതും അവരുടെ താവളങ്ങളായി. മുണ്ടോർച്ചിക്കടവ് മഹാവിഷ്ണു ക്ഷേത്രം തകർന്നു. അന്ന് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം ഈ ലഹളയെ അതിജീവിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ടിപ്പു സുൽത്താന്റെ കാലത്ത് ആക്രമിക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് തിരൂരിലെ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രം. 1921 മാപ്പിള ലഹളക്കാലത്തും ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് നിറം കൈതക്കോട്ട ക്ഷേത്രത്തിനെയും ടിപ്പു സുൽത്താൻ ആക്രമിച്ച് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഈ പുരാതന ക്ഷേത്രങ്ങളുടെ പൈതൃക സംരക്ഷണത്തിനാണ് വലിയൊരു തുക കൂടി നൽകുമെന്ന് അനന്ത് അംബാനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചരിത്രപരമായി പല വെല്ലുവിളികളെയും അതിജീവിച്ചവയാണ് ഈ ക്ഷേത്രങ്ങൾ. നിറം കൈതക്കോട്ട് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തെ ഈ ക്ഷേത്രത്തിൽ രാമായണത്തിലെ ബാലകാണ്ഡം കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുരാതനമായ പാട്ടുപുര നവീകരിക്കാനായി 75 ലക്ഷം രൂപയാണ് അംബാനി നൽകിയത്. പൈതൃക പ്രാധാന്യമുള്ള ഈ കൊത്തുപണികൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. കൂടാതെ മലബാറിലെ പരപ്പനങ്ങാടി നെടുമ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല അന്നദാന മഹോത്സവത്തിന് 40 ലക്ഷം രൂപയും അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. തൃപ്പങ്ങോട് ശിവക്ഷേത്രം യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഒക്കെ തകർന്ന ഈ ക്ഷേത്രത്തിലെ പുരാതനമായ വിളക്കുമാടം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം 1 കോടി രൂപയാണ് സമർപ്പിച്ചത്. സമുദ്രി ഭരണകാലത്തെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഇവിടുത്തെ പൈതൃകം വീണ്ടെടുക്കാൻ ഈ തുക വിനിയോഗിക്കും. തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന ഈ ശിവക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ 60 ലക്ഷം രൂപ കൈമാറി. ചരിത്രപരമായി സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഈ സഹായം മുതൽക്കൂട്ടാകും. എന്തായാലും കേരളത്തിലെ തകർക്കപ്പെട്ട ഇത്തരം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടി അംബാനി കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സഹായം എത്തുന്നത് കേരളത്തിലെ ഭക്തരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണം എന്ന് പറയുന്നത്, ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് ചെറിയ തുക മാത്രമല്ല ചെലവാകുക, വലിയ സമാഹരണങ്ങൾ അതിന് വേണം. അതിന് അംബാനി കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിലൊരു സഹായം എത്തിയത് എന്തുകൊണ്ടും ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.